ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഫിഷ് ബിരിയാണിയാണ്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളെ ഫിഷ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചൂരയാണ് എടുത്തേക്കുന്നത്. ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി മസാല പുരട്ടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ഈ ഫിഷിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് റൈസ് ഒന്ന് കഴുകിയെടുക്കാം. ഞാനിവിടെ 1 കിലോ കൈമ റൈസാണ് എടുത്തേക്കുന്നത്. ഇതിനെ കഴുകി വൃത്തിയാക്കി ഊറ്റിയെടുത്തിട്ടുണ്ട്. അരമണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുക. നമ്മളെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തതിൻ്റെ ബാലൻസ് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക, 5 സവാള അരിഞ്ഞത്, 4 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടും. നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈരൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ശേഷം നമുക്കൊരു ഉരുളി എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ ഊറ്റി വെച്ചിരുന്ന റൈസ് ഉണ്ടല്ലോ, അതൊന്നിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ കുക്കറിലാണ് റൈസ് വെക്കുന്നത്. അതിലേക്ക് നെയ്യ് ഒഴിച്ച് ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, ഏലക്ക, പിന്നെ നമ്മളെ കറി മസാലയിലേക്കുള്ള ഒരു ഡ്രൈ ലീവ്സ് ഉണ്ടല്ലോ അത്, വെളുത്തുള്ളി, ഇഞ്ചി, ക്യാപ്സിക്കം, ബീൻസ്, ക്യാരറ്റ് ഇവയെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ 2 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ളൊരു കണക്കിലാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ബിരിയാണി മസാല, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, റോസ്റ്റ് ചെയ്ത് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടി ഇട്ട് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വെയിറ്റർ ഊരി വെച്ചിട്ടാണ് അടച്ചു വെക്കുന്നത്. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ തന്നെ ആവി പുറത്തോട്ട് വരും. അപ്പോൾ നമുക്ക് ഈ വെയിറ്റർ ഒന്ന് ഇട്ട് കൊടുക്കാം. 4 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കണം. ഫിസിൽ വന്നാലും ഇല്ലേലും ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക. 4 മിനിറ്റേ വേവിക്കാവുള്ളൂ. ഇത് നമുക്ക് ആവി പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മളെ ചോറ് ഇവിടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊരു ചട്ടിയിലേക്ക് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഞാൻ നെയ്യിലായിട്ട് മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ റൈസ് റോസ്റ്റ് ചെയ്ത ആ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ മസാല ഇട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറുക്കിയിടുക. അതിലേക്ക് ഫിഷ് ഫ്രൈ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു ഫിഷ് എടുത്ത് ഞാനൊന്ന് പൊടിച്ചിടുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ട് നന്നായി ഒന്ന് നിരത്തി കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് അരമുറി നാരങ്ങ നീരും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പിന്നെ പുതിനയിലയും മല്ലിയിലയൊക്കെ ഇട്ട് ചെറിയൊരു ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മളെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ലോങ് വീഡിയോ ആണിത്. ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ആദ്യത്തെ എൻ്റെ ഒരു ലോങ് വീഡിയോ ആണ്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്